നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തെ തുടർന്ന് സുപ്രീം കോടതിയിൽ അസാധാരണ രംഗങ്ങൾ. മുൻ കീഴ്ക്കോടതി ഉദ്യോഗസ്ഥ ഉന്നയിച്ച പരാതി വാർത്താ പോർട്ടലുകൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ്രത്യേക സിറ്റിംഗ് നടത്തി വിശദീകരണം നൽകി. പണം നൽകി വാങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ. പിന്നിൽ വലിയ സംഘമുണ്ട്. ഏതാക്രമണം വന്നാലും സധൈര്യം ചുമതലകൾ നിറവേറ്റുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അവധി ദിവസമായ ശനിയാഴ്ച അസാധാരണ നടപടികൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തുന്നതായി രജിസ്ട്രിയുടെ അറിയിപ്പ് വന്നത് 10 മണിക്ക്. അപ്പോഴേക്കും ലൈംഗിക ആരോപണ വാർത്തകൾ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ചീഫ് ജസ്റ്റിസിന്റെ 1-ാം നമ്പർ കോടതി ഇരുന്നത് 10:40 ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവർ. കോടതിയിൽ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവർക്ക് പുറമെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഭാരവാഹികളും മാധ്യമപ്രവർത്തകരും. ബെഞ്ചിരുന്ന ഉടനെ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് രഞ്ജൻ ഗൊഗോയ്. മുഴുവൻ ആരോപണങ്ങളും നിഷേധിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ആരോപണങ്ങൾക്ക് സെക്രട്ടറി ജനറൽ മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാ ജീവനക്കാരോടും ആദരവോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ മാത്രമാണ് ഈ ജീവനക്കാരി ഉണ്ടായിരുന്നത്. സ്ത്രീയുടെ അനുചിതമായ പെരുമാറ്റം സെക്രട്ടറി ജനറലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ സ്ത്രീക്കും ഭർത്താവിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. കോടതിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയതിന് ഇവർ അറസ്റ്റിലായിരുന്നു. ആ കേസ് ഇന്ന് ഡൽഹി പട്യാല ഹൗസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ ആരോപണം. അവിശ്വസനീയമായ ആരോപണത്തിന് മറുപടി നൽകി തരം താഴാൻ വയ്യ. 20 വർഷത്തെ നിസ്വാർത്ഥ സേവനമാണ് നടത്തിയത്. ബാങ്കിലുള്ളത് ആകെ 6 ലക്ഷം രൂപ. ബഹുമാനവും സൽപ്പേരും മാത്രമാണ് സമ്പാദ്യം. അതിനു നേരെയാണ് ആക്രമണം. പണം നൽകി തന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല. ഈ ജീവനക്കാരി ഒറ്റയ്ക്കല്ല, പിന്നിൽ വലിയ സംഘമുണ്ട്. രാജ്യത്തെ ജുഡീഷ്യറി വലിയ ഭീഷണികൾ നേരിടുകയാണ്. എന്തു വന്നാലും സധൈര്യം ചുമതലകൾ പൂർത്തിയാക്കും. സുപ്രധാനമായ കേസുകൾ അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് നീക്കമെന്ന് അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും അറിയിച്ചു. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് കോടതി മാധ്യമങ്ങളെ വിലക്കിയില്ല. എന്നാൽ ഉത്തരവാദിത്തവും വിവേകവും അനുസരിച്ച് സംയമനത്തോടെ മാധ്യമങ്ങൾ തീരുമാനമെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ആരോപണങ്ങൾ കണക്കിലെടുക്കാതെ ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തുടർന്നും നിറവേറ്റുമെന്നാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയത്. ആരോപണവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ നടപടികൾ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടാത്ത ബെഞ്ചാകും നിശ്ചയിക്കുക. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കഴിഞ്ഞ വർഷം ഒക്ടോബർ 10 ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിച്ചു എന്നാണ് മുൻ ജീവനക്കാരിയുടെ പരാതി. വഴങ്ങാത്തതിനെ തുടർന്ന് സർവീസിൽ നിന്ന് പുറത്താക്കി. പോലീസുകാരായ ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും സസ്പെൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പ്രത്യേക സമിതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെ 22 ജഡ്ജിമാർക്കാണ് പരാതി നൽകിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 10, 11 തീയതികളിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് 35 വയസ്സുകാരിയായ മുൻ അസിസ്റ്റന്റിന്റെ പരാതി. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിൽ നടന്ന ശ്രമം തടഞ്ഞതിന്റെ പ്രതികാരമായി പലതവണ സ്ഥലം മാറ്റി. ഒടുവിൽ കൈക്കൂലി കേസിലും കുടുക്കി. പറയാതെ അവധിയെടുത്തു എന്ന പേരിൽ ഡിസംബർ 21 ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഡൽഹി പോലീസിലുണ്ടായിരുന്ന ഭർത്താവിനെയും ഭർത്തൃ സഹോദരനെയും സസ്പെൻഡ് ചെയ്തു. മാപ്പ് പറയാൻ ചീഫ് ജസ്റ്റിസിന്റെ ഭാര്യ നിർബന്ധിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ 4 ഓൺലൈൻ മാധ്യമങ്ങളാണ് പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ടത്. ലൈംഗിക പീഡന പരാതി ഉയർന്നാൽ ആഭ്യന്തര സമിതി അന്വേഷിക്കണമെന്നാണ് സുപ്രീം കോടതി ചട്ടം. കർശന നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിയമവൃത്തങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിലാക്കി. ജുഡീഷ്യറിയിൽ സുതാര്യതയ്ക്കായി വാർത്താസമ്മേളനം നടത്തിയ 4 ജഡ്ജിമാരിൽ ഒരാളാണ് ജസ്റ്റിസ് ഗൊഗോയ്. സമീപകാലത്ത് റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിധിയും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. ന്യൂസ് 18, ഡൽഹി. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. നിയമപരമായ പരിരക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി കേരളത്തിലെ യോഗങ്ങളിൽ ആവർത്തിച്ചതിന് പിന്നാലെയാണ് ശ്രീധരൻപിള്ളയുടെ നിലപാട് പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിന് ഓർഡിനൻസ് ഇറക്കാനാവില്ല, സംസ്ഥാന സർക്കാരിനാണ് അതിനുള്ള അധികാരമെന്നും ശ്രീധരൻപിള്ള പറയുന്നു. പ്രചാരണം തീരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് BJP ഇതുവരെ പറഞ്ഞതിനെ ശ്രീധരൻപിള്ള തിരുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 അല്ല 2 തവണയാണ് കേരളത്തിൽ വെച്ച് ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും ഭരണഘടനാപരമായ സംരക്ഷണം നൽകുമെന്നും പ്രഖ്യാപിച്ചത്. ആദ്യം കോഴിക്കോട്ടും പിന്നെ തിരുവനന്തപുരത്തും. आज यहां स्थिति ये बना दी गई है कि भगवान का नाम तक नहीं ले सकते. भगवान का नाम लेने पर यहां की कम्युनिस्ट सरकार झूठे केस करती है. എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഇന്ന് പറഞ്ഞത് ഇങ്ങനെ: ഓർഡിനൻസ് കൊണ്ടുവരാണ്
അതിൻ്റെ മറുമരുന്ന് എന്നുള്ളത് ശുദ്ധ അജ്ഞതയാണ്. കാരണം എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതിൽ. ഇത് സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടാണ്, സെൻട്രൽ പാസ്സാക്കിയ സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ടാണ്. ഇന്ന് അതിൽ ഭേദഗതി വരുത്തണമെങ്കിൽ കേരള നിയമസഭ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ സ്റ്റാറ്റ്യൂട്ടിൽ ആ നിയമം റദ്ദ് ചെയ്യുന്നതിനെതിരായിട്ട് ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ കേരളത്തിന് സാധിക്കൂ എന്ന് ആദ്യഘട്ടം മുതൽ എൻ്റെ പാർട്ടിയും ഞാനും ഒക്കെ പറയാനിടയായത് അതുകൊണ്ടാണ്. ശ്രീധരൻപിള്ള രണ്ടു കാര്യമാണ് അടിവരയിട്ട് പറഞ്ഞത്. കേന്ദ്രത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാനാകില്ല. അങ്ങനെ പറയുന്നവർക്ക് അജ്ഞതയാണ്. സംസ്ഥാന സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത്. ശബരിമല വിഷയത്തിൽ കേന്ദ്രത്തിന് എന്ത് സാധിക്കുമെന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ശ്രീധരൻപിള്ള കൃത്യമായി പ്രതികരിച്ചില്ല. വിധി തിരിച്ചടിയായാൽ നിയമനിർമ്മാണം കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ആലോചിക്കാമെന്നായിരുന്നു ഉത്തരം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമല വിശ്വാസ സംരക്ഷണത്തിന് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ BJPയുടെ പ്രചാരണം. VV വിനോദ്, ന്യൂസ് 18, ആലപ്പുഴ. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ K. വാസുകി ഇക്കാര്യം വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ ബോർഡുകൾ മാറ്റിയതും ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വസ്ത്രം മാറ്റി പരിശോധന എന്നാൽ ഇൻക്വസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അജ്ഞാത മൃതദേഹത്തിന്റെ മതപരമായ സംസ്കാരത്തിന് ദേഹപരിശോധന വേണം. പറഞ്ഞത് കുറ്റകരമെന്ന് തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വസ്ത്രം മാറ്റി പരിശോധന വെച്ചാൽ ഇൻക്വസ്റ്റ് ഞാൻ വീട്ടുപെടുത്ത് നോക്കി. ഇന്ത്യയിലെ നിയമപ്രകാരവും പാകിസ്ഥാനിലെ നിയമപ്രകാരവും ഒരാളെ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ മൃതശരീരത്തിൽ വസ്ത്രം മാറ്റിയുള്ള പരിശോധനയാണ് ഇൻക്വസ്റ്റ്. വയനാട്ടിൽ UDF പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രിയങ്ക ഗാന്ധി എത്തി. ജനിച്ചപ്പോൾ മുതൽ അറിയുന്ന ഒരു മനുഷ്യന് വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് പ്രിയങ്ക മാനന്തവാടിയിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി കടുത്ത അധിക്ഷേപങ്ങൾ അതിജീവിച്ചാണ് രാഹുൽ ജനങ്ങൾക്കായി പ്രവർത്തിച്ചത്. BJP കഴിഞ്ഞ 5 വർഷം എല്ലാവരെയും ഭിന്നിപ്പിക്കുകയായിരുന്നുവെന്നും പ്രിയങ്ക ആരോപിച്ചു. And it is when I looked at these lush green hills and I thought about your tribal culture and I thought about the farmer in UP that the immensity of the betrayal that the BJP government has enacted for the last 5 years with the people of India truly struck my heart. But as the 5 years progressed, one after the other, evidence came before us of the fact that this government was never even interested. It never had the intention of fulfilling any of these promises. My friends, I also stand before you today as a sister. I stand here on behalf of a man who I have known from the day I was born. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രിയങ്ക ഹെലികോപ്റ്റർ മാർഗമാണ് മാനന്തവാടിയിലെത്തിയത്. പൊതുയോഗത്തിന് ശേഷം പുൽപ്പള്ളിയിലെ കർഷക കോൺഗ്രസ് സംഗമത്തിൽ പ്രിയങ്ക പങ്കെടുക്കും. വിവരങ്ങളുമായി ഇപ്പോൾ പുൽപ്പള്ളിയിൽ നിന്ന് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, മാനന്തവാടിയിലെ യോഗം, അതിനുശേഷം പുൽപ്പള്ളിയിലെ ഈ കർഷക സംഗമം, ഇതാണോ പ്രിയങ്കയ്ക്കായി കോൺഗ്രസ് UDF ഒരുക്കിയിരിക്കുന്ന പ്രചാരണ പരിപാടികൾ? ശരത്ത്, അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്ര സഭാമണ്ഡപത്തിലുള്ള മൈതാനത്തിൽ എത്തിച്ചേരുമെന്നാണ് വിവരം. രാവിലെ 11:30 കൂടി പ്രിയങ്ക ഗാന്ധി എത്തുമെന്നായിരുന്നു ആദ്യം വിവരം ലഭിച്ചിരുന്നത്. എന്നാൽ 1.5 മണിക്കൂറിലകം സമയം ഇപ്പോൾ തന്നെ വൈകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും 1:30-ക്കകം തന്നെ ഇവർ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. രാവിലെ 9:30 മുതൽ തന്നെ ആളുകൾ വലിയ തോതിൽ തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആളുകൾ ഇപ്പോഴും കനത്ത വെയിലിനെയും അവഗണിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ചെയറും മറ്റു സാധനങ്ങളും എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഒരു നോക്ക് കാണുന്നതിനും അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിനും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കർഷക സംഗമം കൊണ്ട് പ്രധാനമായും ഈ കർഷക സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വയനാട്ടിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സർഫൈസി നിയമപ്രകാരം ജപ്തി നടപടികൾ നേരിടുന്ന കർഷക കുടുംബങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകർ, വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ, ഇങ്ങനെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് കുടുംബങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവർക്ക് നേരിട്ട് പ്രിയങ്ക ഗാന്ധിയുമായി സംവദിക്കുന്നതിന് SPGയുടെ നിലവിലെ സാഹചര്യത്തിൽ തടസ്സമുണ്ട്. എങ്കിൽ പോലും
ഇക്കാര്യം കൃത്യമായും ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായും തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ ഇത് പാർലമെന്റിലെ ഉൾപ്പെടെ ഉന്നയിക്കുന്നതിനുള്ള രീതിയിലാണ് ഇവിടെ സജ്ജീകരണം. ശരി, വിനേഷാണ് ഇപ്പോൾ പുൽപ്പള്ളിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. മാനന്തവാടിയിലാണ് അതിനു മുൻപ് പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത പ്രചാരണ പരിപാടി. സൈനിക നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. സേനാ മേധാവികളാണ് സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരിക്കാറുള്ളത്. UPA സർക്കാരിൻ്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. എന്നാൽ ഇത് പുറത്തു പറയാറില്ലെന്നും ആന്റണി വ്യക്തമാക്കി. ശബരിമല വിഷയത്തിൽ മോദി നാടകം കളിക്കുകയാണെന്നും ആന്റണി ആരോപിച്ചു. രാജ്യത്തൊട്ടാകെ കേരളത്തിലും ഇന്ത്യ ഒട്ടുക്ക് സംസാരിക്കുന്നത് ഇന്ത്യയുടെ രാജ്യരക്ഷ ഞാൻ ശക്തിപ്പെടുത്തി, കടലിലും ആകാശത്തും അതിർത്തിയിലുമെല്ലാം രാജ്യം സുരക്ഷിതമാണ്. ഇതെങ്ങനെ ഉണ്ടായി? ഇതൊക്കെ നരേന്ദ്രമോദി 5 വർഷത്തെ ഭരണം കൊണ്ടുണ്ടായതല്ല. അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞു. സർജിക്കൽ സ്ട്രൈക്കിൽ കൂടി പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചെന്ന്. ഇത് എവിടെ പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണ്? ഈ കേരളത്തിലെ ജനങ്ങൾ വിരൽത്തുമ്പിൽ എല്ലാം ചരിത്രം മുഴുവൻ പഠിക്കുന്നവരാണ്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രന്റെ വിജയം ഉറപ്പിക്കാൻ അമിത്ഷാ എത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ അമിത്ഷായുടെ റോഡ് ഷോയും പൊതുസമ്മേളനവും ചേരും. ആലപ്പുഴയിലെ പൊതുസമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ പത്തനംതിട്ടയിൽ എത്തിക്കാനായിരുന്നു BJP ക്യാമ്പിന്റെ ശ്രമം. മുൻ നിശ്ചയിച്ച ഷെഡ്യൂൾ പ്രകാരം ഇത് നടക്കാതെ വന്നതോടെയാണ് പകരം അമിത്ഷാ എത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:30 പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപ്പാഡിൽ അമിത്ഷാ ഇറങ്ങും. റോഡ് മാർഗം നഗരത്തിലെത്തിയ ശേഷം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ റോഡ് ഷോ. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യും. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അമിത്ഷാ എത്തുന്നത് പ്രവർത്തകർക്കിടയിൽ ആവേശമുണ്ടാക്കാനിടയായിട്ടുണ്ട്. 50,000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് തിരിയുന്ന അമിത്ഷാ വൈകിട്ട് പുന്നപ്രയിൽ നടക്കുന്ന NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും പങ്കെടുക്കും. ന്യൂസ് 18 പത്തനംതിട്ട. കൊട്ടിക്കലാശം നാളെ. പ്രചാരണ പൂരത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കേരളം കടക്കുകയാണ്. ഈസ്റ്റർ ദിനമായ നാളെ വൈകുന്നേരം പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങും. ഇതുവരെ ഓടിയെത്താൻ കഴിയാതിരുന്ന ഇടങ്ങളിൽ ഇനിയുള്ള രാപ്പകലുകൾ കൊണ്ട് വോട്ടുറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും ശ്രമം. വേനൽ ചൂടും രാഷ്ട്രീയ ചൂടും മത്സരിച്ച ഒരു മാസമാണ് കടന്നുപോയത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഭൂരിപക്ഷം വോട്ടർമാരും തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഓരോ വോട്ടർമാർക്ക് മുന്നിലും എത്തി ഒരിക്കൽ കൂടി പിന്തുണ തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണപ്പൂരത്തിന്റെ കൂട്ടപ്പൊരിച്ചിലാണ് നാളെ. മണ്ഡലങ്ങളും ജില്ലാ ആസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം. നേതാക്കളും മണികളും ആവേശത്തിലമരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പും കൂടും. പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും ഇടതു നേതാക്കളും മണ്ഡലങ്ങളിലെ പ്രചരണം ഏതാണ്ട് പൂർത്തിയാക്കി. അമിത്ഷായും പ്രിയങ്ക ഗാന്ധിയും സ്മൃതി ഇറാനിയുമാണ് അവസാന ദിവസങ്ങളിലെ താരങ്ങൾ. രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി വയനാട് സ്ഥാനാർത്ഥിയായതോടെ കേരളം ദേശീയ ശ്രദ്ധയിലുമെത്തി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കളത്തിലിറങ്ങിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതുമുന്നണി. വൈകിയെത്തിയെങ്കിലും കടുത്ത വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞുവെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDFും BJPയും. ഭൂരിപക്ഷം സർവേകളും UDF മുൻതൂക്കം പ്രവചിക്കുമ്പോൾ സർവേകളുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നു ഇടതുമുന്നണി. ഇതുവരെ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ മുന്നേറിയ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശവും സമാധാനപൂർണ്ണമാക്കാൻ പോലീസും ജാഗ്രതയിലാണ്. പ്രചാരണ ക്ലൈമാക്സിന്റെ ഏതാനും മണിക്കൂറുകൾ. നിശബ്ദ പ്രചരണത്തിന്റെ തിങ്കളാഴ്ച. ചൊവ്വാഴ്ച പുലർച്ചെ സംസ്ഥാനത്തെ 2,54,00,000 ജനങ്ങൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ജനവിധി എഴുതും. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 8. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 96 മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും ചൊവ്വാഴ്ച വിധിയെഴുതും. ഒഡീഷ നിയമസഭയിലെ 42 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പും ഈ 3ാം ഘട്ടത്തിലാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
സുരക്ഷിത കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ 22-ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പോളിംഗ് തലേദിവസമായി 22-ന് വോട്ടിംഗ് യന്ത്രങ്ങളടക്കമുള്ള പോളിംഗ് സാമഗ്രികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറും. അന്ന് ഉച്ചയ്ക്ക് തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. ചൊവ്വാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 227 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ സംസ്ഥാനത്ത് ജനവിധി തേടുന്നത്. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്നതിനാൽ വടക്കൻ ജില്ലകളിലടക്കം സുരക്ഷ ഒരുക്കുന്നത് പോലീസിന് കനത്ത വെല്ലുവിളിയാണ്. 5886 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 425 എണ്ണം അതീവ ഗുരുതര പ്രശ്നസാധ്യതാ ബൂത്തുകളെന്ന് കമ്മീഷൻ വിലയിരുത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെയും DGP ലോക്നാഥ് ബെഹ്റയുടെയും നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ LDF കൺവീനർ A. വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടെന്ന് നിയമോപദേശം. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലാണ് മലപ്പുറം SP-ക്ക് നിയമോപദേശം നൽകിയത്. കടുത്ത നീതി നിഷേധമാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി നിയമോപദേശം തിരുത്തിയെന്നും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ നിയമോപദേശത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. വിജയരാഘവന്റെ വിവാദ പ്രസംഗത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ലെന്നും കേസെടുക്കേണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ മലപ്പുറം SP-ക്ക് നൽകിയ നിയമോപദേശം. പ്രസംഗത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് ആക്ഷേപമെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലെന്നുമായിരുന്നു LDF കൺവീനർ വിജയരാഘവന്റെ വിശദീകരണം. ഇത് അംഗീകരിക്കുന്ന വിധമാണ് നിയമോപദേശം. കടുത്ത നീതി നിഷേധമാണ് ഉണ്ടായതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് നിയമോപദേശം തിരുത്തിയത്. DGP തൂപ്പുകാരന്റെ നിലവാരത്തിലേക്ക് താഴുന്നുവെന്നും രമ്യ ആരോപിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ട് ആ പോലീസ് മേധാവിക്ക് ലഭിച്ച നിയമോപദേശം തിരുത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടിയന്തരമായി വിജയരാഘവനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. അവരെടുക്കില്ല എന്നറിയാം. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാൻ രമ്യ ഹരിദാസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പാർട്ടിയും UDF-ഉം പൂർണ്ണ പിന്തുണ നൽകും. നിയമോപദേശത്തെക്കുറിച്ച് അറിയില്ലെന്നും എല്ലാം നിയമപരമായി നടക്കട്ടെ എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കട്ടെ. ഞങ്ങൾക്ക് നിയമം വായിച്ച് അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ വൻ വിവാദമായ വിജയരാഘവന്റെ പ്രസംഗം അവസാന മണിക്കൂറിൽ വീണ്ടും ഉന്നയിക്കാനാണ് UDF തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. MK രാഘവനെതിരായ ഒളിക്യാമറ വിവാദത്തിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച നിയമോപദേശം ഇന്നുണ്ടായേക്കും. ഇന്നലെയാണ് DGP ലോക്നാഥ് ബെഹ്റ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടിയത്. പോലീസിനെ ഉപയോഗിച്ച് MK രാഘവനെ വേട്ടയാടുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തു വന്നു. ഒളിക്യാമറ വിവാദത്തിൽ MK രാഘവനെതിരെ കേസെടുക്കണമെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടിയത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് തന്നെ നിയമോപദേശം നൽകുമെന്നാണ് സൂചന. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഒളിക്യാമറ ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കാൻ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന റിപ്പോർട്ട് DGP-ക്ക് ഇന്നലെയാണ് ഉത്തരമേഖല IG MR അജിത് കുമാർ നൽകിയത്. രാഘവനെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ വേട്ടയാടുകയാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് MK രാഘവനെ വേട്ടയാടുകയാണ്. സ്ഥാനാർത്ഥിയായ MK രാഘവനെ വേട്ടയാടി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒളിക്യാമറ വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ LDF സജീവമായി കോഴിക്കോട് പ്രചാരണ വിഷയമാക്കിയിരുന്നില്ല. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഷയം ഇനി സജീവ ചർച്ചയാക്കാനാണ് LDF തീരുമാനം. എന്നാൽ പോലീസ് റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കാൻ MK രാഘവൻ തയ്യാറായില്ല. ന്യൂസ് 18 കോഴിക്കോട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമില്ല. മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, മുൻ കേന്ദ്രമന്ത്രി കപിൽ സിബൽ തുടങ്ങിയവർ ഉൾപ്പെട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഉടൻ പുറത്തിറക്കും. ഡൽഹിക്ക് പുറമെ ഹരിയാനയിലും പഞ്ചാബിലും സഖ്യം വേണമെന്ന ആം ആദ്മി പാർട്ടി നിലപാടാണ് സഖ്യസാധ്യത ഇല്ലാതാക്കിയത്. വോട്ട് കച്ചവട ആരോപണത്തെ തുടർന്ന് കൊല്ലത്തെ BJP-യിൽ പൊട്ടിത്തെറി. 92 പേർ പങ്കെടുക്കേണ്ട മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിനെത്തിയത് 8 പേർ മാത്രം. സുരേഷ് പ്രഭുവും MT രമേശും പങ്കെടുത്ത പൊതുയോഗങ്ങൾ BJP റദ്ദാക്കി. ജില്ലാ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നതിനെ തുടർന്ന് BJP പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണവും വിലയിരുത്താൻ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ പങ്കെടുത്തത് 8 പേർ മാത്രം. മണ്ഡലം ഭാരവാഹികളടക്കം 92 പേരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്.
പല ബൂത്തുകളിലും ഇതുവരെ പ്രചാരണ നോട്ടീസ് പോലും വിതരണം ചെയ്തിട്ടില്ല. BJP വോട്ട് കച്ചവടം നടത്തുന്നു എന്ന ആരോപണത്തിനിടെയാണ് പാർട്ടിയിലെ തമ്മിൽത്തല്ല്. എന്നാൽ ഉറച്ച വിജയപ്രതീക്ഷയുണ്ടെന്നാണ് സ്ഥാനാർത്ഥിയുടെയും ജില്ലാ നേതൃത്വത്തിന്റെയും നിലപാട്. കൂടുതൽ വോട്ടല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വോട്ടിന് വേണ്ടിയല്ല BJP നിൽക്കുന്നത്, ജയിക്കാൻ വേണ്ടി BJP നിൽക്കുന്നത്. കൂടുതൽ വോട്ടൊക്കെ പിടിച്ച കാലം കഴിഞ്ഞു. ദാറ്റ് ഈസ് പാസ്റ്റ്. അത് ഇപ്പോഴത്തെ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി നിൽക്കുന്നത്. 3 മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനെത്തിയ നരേന്ദ്രമോദി പങ്കെടുത്ത തിരുവനന്തപുരത്തെ പരിപാടിയിൽ കൊല്ലത്തെ സ്ഥാനാർത്ഥി പങ്കെടുത്തിരുന്നില്ല. ഇതിലും ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. സുരേഷ് പ്രഭു, MT രമേശ് എന്നിവർ പങ്കെടുക്കേണ്ട പൊതുയോഗങ്ങളും റദ്ദാക്കി. വിമർശനങ്ങൾ ഉയർന്നതോടെ ആരോപണങ്ങൾ മറികടക്കാനുള്ള വഴി തേടുകയാണ് BJP ജില്ലാ നേതൃത്വം. കഴിഞ്ഞ ലോക്സഭയിൽ 58,871 വോട്ടുകളാണ് BJP കൊല്ലത്ത് നേടിയത്. നിയമസഭയിൽ 7 മണ്ഡലങ്ങളിലായി 1,30,672 വോട്ടും നേടി. ചാത്തന്നൂർ മണ്ഡലത്തിൽ രണ്ടാമതെത്തുകയും ചെയ്തു. ഇത് നിലനിർത്താനായില്ലെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം വൻ പൊട്ടിത്തെറിയാകും കൊല്ലത്ത് BJPയിലുണ്ടാകുക. ന്യൂസ് 18 കൊല്ലം. കോഴിക്കോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാന് വോട്ട് തേടി കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാല. BJP മത്സരിക്കുന്ന മണ്ഡലത്തിലാണ് കേന്ദ്രമന്ത്രി സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടിയെത്തിയത്. കോഴിക്കോട്ടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാന്റെ സ്ഥാനാർത്ഥിത്വം തുടക്കം മുതലേ ചർച്ചയായിരുന്നു. മത്സരരംഗത്ത് ഉറച്ചുനിന്നതോടെ പിന്മാറുവാൻ സമ്മർദ്ദമുണ്ടായിരുന്നതായി നുസ്രത്ത് ജഹാൻ. അവർക്ക് ഇപ്പം മാറണം, സ്വാധീനിക്കാച്ചാൽ മത്സരിക്കാൻ പാടില്ല. പലരും അത് അറ്റാക്ക് ചെയ്യണ പോലെയായിരുന്നു. ആദ്യം അറ്റാക്കിങ് ആയിരുന്നു, പിന്നെ നല്ല പോലെ പറഞ്ഞു മാറാൻ, പിന്നെ നോമിനേഷൻ പിൻവലിക്കാൻ പറഞ്ഞു. പല ഓഫറുകളും തന്നു. ഒന്നും സ്വീകരിക്കൂലേ ഒരു ഓഫറിനും. നമ്മളൊന്ന് തീരുമാനിച്ച തീരുമാനമാണ്. കേന്ദ്രമന്ത്രിയെ തന്നെ പ്രചാരണ രംഗത്ത് എത്തിച്ചാണ് നുസ്രത്ത് താരമായിരിക്കുന്നത്. കേന്ദ്ര സാമൂഹികനീതി മന്ത്രിയും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവുമായ രാംദാസ് അത്തേവാല നുസ്രത്തിന്റെ പ്രചരണത്തിനായി റോഡ് ഷോയിൽ പങ്കെടുത്തു. തുടർന്ന് പാർട്ടി നേതാക്കൾക്കൊപ്പം കോഴിക്കോട് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനവും നടത്തി. Now the first time in the Lok Sabha election on the leadership of Narendra Modi, the NDA is also came here to contest all the 20 seats here. ന്യൂസ് 18 കോഴിക്കോട്. ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. കളമശ്ശേരി പാലക്കാമുകൾ ജുമാ മസ്ജിദിൽ മതാചാരപ്രകാരമായിരുന്നു ഖബറടക്കം. കുട്ടിയുടെ അച്ഛന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം 3 വയസ്സുകാരന്റെ മൃതദേഹം മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. സംസ്കാരം നടക്കുന്നതിന് മുൻപ് റിമാൻഡിൽ കഴിയുന്ന അമ്മയെ മെഡിക്കൽ കോളേജിലെത്തിച്ച് കുട്ടിയെ കാണിച്ചു. കളമശ്ശേരി പാലക്കാമുകൾ പള്ളിയിൽ വെച്ചായിരുന്നു മതാചാരപ്രകാരമുള്ള ഖബറടക്കം. അതേസമയം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കുട്ടിയുടെ അച്ഛന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. 3 വയസ്സുകാരനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ സംഭവം മറച്ചുവെച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. റിമാൻഡിൽ കഴിയുന്ന ജാർഖണ്ഡ് സ്വദേശിനിയാണോ മരിച്ച കുട്ടിയുടെ യഥാർത്ഥ അമ്മ എന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. DNA പരിശോധനയുടെ ഭാഗമായി കുട്ടിയുടെയും അമ്മയുടെയും രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ബന്ധുക്കളെ കണ്ടെത്താൻ പോലീസ് 2 സംഘങ്ങളായി തിരിഞ്ഞ് ജാർഖണ്ഡിലും പശ്ചിമബംഗാളിലും അന്വേഷണം നടത്തും. ന്യൂസ് 18 കൊച്ചി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നിയമ നടപടിക്കൊരുങ്ങി DGP ലോക്നാഥ് ബെഹ്റ. ഇക്കാര്യത്തിൽ അനുമതി തേടി ലോക്നാഥ് ബെഹ്റ സർക്കാരിനെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം DGPക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുല്ലപ്പള്ളി നടത്തിയത്. CPMന്റെ പോസ്റ്റ്മാനെ പോലെ DGP പെരുമാറുന്നുവെന്ന ആയിരുന്നു മുല്ലപ്പള്ളിയുടെ ആരോപണം. MK രാഘവനെതിരായ കോഴ ആരോപണത്തിലടക്കം DGPയുടെ നടപടികൾക്കെതിരെ മുല്ലപ്പള്ളി രംഗത്തു വന്നിരുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്.